പറഞ്ഞതിലെല്ലാം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വരികൾക്കിടയിൽ വായിച്ചെടുക്കാമല്ലോ. അല്ല, അങ്ങ് സന്നദ്ധനാണോ? മത്സരിക്കാൻ സന്നദ്ധനാണോ? ഞാൻ എല്ലാ കാലത്തും സന്നദ്ധരായിരുന്നല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ 2 തവണത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷൻ. അതെ, അങ്ങനെ നിങ്ങൾ ഡോണ്ട് പുട്ട് വേർഡ്സ് ഇൻ ടു മൈ മൗത്ത്. ഞാൻ എല്ലാ കാലത്തും അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകരാണ്. ദാറ്റ്സ് ഓൾ. തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എപ്പോഴും സ്വീകരിക്കാറുള്ള നിലപാട്, ഒന്ന് ഈ പറയുന്ന സീനിയേഴ്സ്, മുതിർന്നവരെയും അതുപോലെ തന്നെ യുവാക്കന്മാരെയൊക്കെ തന്നെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് എല്ലാ കാലത്തും. അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ അതായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്. ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു നിലപാട് സ്വീകരിക്കാൻ സാധ്യമല്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥി ആരാണ്, ആ സ്ഥാനാർത്ഥിയെ തീർച്ചയായിട്ടും ഒരു മുഖ്യ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ ആ സ്ഥാനാർത്ഥിയെ നിർത്തുക എന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കുക. പിന്നെ യുവാക്കന്മാർക്കും സ്ത്രീകൾക്കും അതുപോലെ അവശ്യ ദുർബല ജനവിഭാഗത്തിനൊക്കെ തന്നെ ഏറ്റവും അധികം പ്രാതിനിധ്യം കൊടുത്തൊരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ഞാൻ KPCC അധ്യക്ഷനായ സമയത്താണ് ഏതാണ്ട് 46ഓളം യുവാക്കന്മാർക്ക്, അതുതന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അത് പാലിച്ചുകൊണ്ട് യുവതികൾക്കും യുവാക്കന്മാർക്കും ഒക്കെ തന്നെ അർഹമായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ലിസ്റ്റ് കഴിഞ്ഞ തവണ പുറത്തു വന്നു. അതുപോലുള്ള ലിസ്റ്റ് തന്നെയാണ് ഈ തവണ ഉണ്ടാകുക. അർഹതയുള്ള, നന്നായിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, പ്രതിബദ്ധതയുള്ള കോൺഗ്രസ്സുകാരെ, യുവാക്കന്മാരെ, യുവതികളെ അവരെയൊക്കെ തന്നെ കണ്ടെത്തിക്കൊണ്ട് ഒരു നല്ല ലിസ്റ്റ് പുറപ്പെടുവിക്കണമെന്നാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആഗ്രഹിക്കുന്നത്. ഈ 95ലധികം സീറ്റിൽ മത്സരിച്ച് 21 പേരെ ജയിച്ചിട്ടുള്ളൂ. മാളിപ്പോയിട്ടുണ്ടായിരുന്നു ആ ലിസ്റ്റ്. തീർച്ചയായിട്ടും അത് പല കാരണങ്ങളുണ്ട്. അത് ലിസ്റ്റിൻ്റെ മാത്രം തകരാറില്ല. അത് പലപ്പോഴും കോൺഗ്രസ്സിലെ അന്നത്തെ സംഘർഷങ്ങൾ, അതുപോലെ തന്നെ ഗ്രൂപ്പ് വടംവലി, സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ അവർ കാണിച്ച അനവധാനത തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിന് പ്രേരകമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം അന്നും ഉണ്ടായിരുന്നു. പിന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി 2016 വീണ്ടും 2ാം തവണ അധികാരത്തിൽ വന്ന തന്നെ അതൊരു ചരിത്രത്തിൻ്റെ കൈത്തെറ്റ് മാത്രമായിരുന്നു. അല്ലെങ്കിൽ ഒരു വലിയ പരിധിയോളം കോൺഗ്രസിൻ്റെ വീഴ്ച കൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത്. അല്ലെങ്കിൽ ജനങ്ങൾ അന്നും ശ്രീമാൻ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിന് അങ്ങേയറ്റം എതിരായിരുന്നു. എന്തെന്നില്ലാത്ത അമർഷത്തിലായിരുന്നു ജനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അത്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. അന്ന് കോൺഗ്രസിലെ നേതാക്കന്മാർ തമ്മിലുണ്ടായിട്ടുള്ള അന്തർസംഘർഷം ഒരു വലിയ അളവോളം അതുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഐക്യത്തോടു കൂടി നിന്നാൽ മികച്ച ഭൂരിപക്ഷം, റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയാണ് കോൺഗ്രസിനുള്ളത്. അതൊക്കെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ആലോചിക്കുന്നത്. ഇപ്പോഴും തന്നെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഓരോ നിയോജകമണ്ഡലത്തെക്കുറിച്ചുള്ള കൃത്യമായ പഠനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കോൺഗ്രസിൻ്റെ എല്ലാ ഘടകങ്ങളും അവരിൽ നിന്ന് റിപ്പോർട്ട് ശേഖരിക്കുന്നുണ്ട്. നേതാക്കന്മാരുടെ റിപ്പോർട്ട് അതും എല്ലാം തന്നെ സമാഹരിച്ചുകൊണ്ടാണ് അന്തിമമായിട്ടൊരു തീരുമാനം ഇക്കാര്യത്തിൽ. നിയമസഭയിലേക്ക് ഉണ്ടോ താല്പര്യം? നേതൃത്വം മത്സരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എനിക്ക് മത്സരിക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും എൻ്റെ പാർട്ടി, ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്ന കാലം തൊട്ട് ഇന്ന് വരെ ഒരു ഘട്ടങ്ങളിലും എനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചായിട്ട് ഒരു ഇലക്ഷനും കടന്നു പോയിട്ടില്ല. കഴിഞ്ഞ തവണ ഞാൻ ലോക്സഭയിലേക്ക് മത്സരിക്കില്ല എന്ന കാര്യം നിങ്ങൾക്കെല്ലാം തന്നെ അറിയാം. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാണ്. അതുപോലെ അസംബ്ലിയിലേക്കൊന്നും പറഞ്ഞു. 140 നിയോജകമണ്ഡലത്തിനും എനിക്ക് ഒരു പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ രൂപത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ മത്സരരംഗത്തില്ല എന്ന കാര്യം ഞാൻ പറഞ്ഞാണ്. അപ്പോൾ മത്സരിക്കാനൊന്നും എനിക്കൊരു കാലത്തും പ്രയാസം ഉണ്ടായിട്ടില്ല. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഞാൻ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എവിടെ വേണമെങ്കിലും എന്നെ സ്വാഗതം ചെയ്യുമെന്ന വിശ്വാസം എനിക്കുണ്ട്. അതല്ല പ്രശ്നം. എൻ്റെ തീരുമാനമാണ് ഏറ്റവും പ്രധാനം. അല്ല, അതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും നിങ്ങൾ സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളൊക്കെ തന്നെ യഥാവിധി. മുതിർന്ന നേതാവെന്ന നിലയിൽ താങ്കൾ മത്സരിച്ച് കഴിഞ്ഞാൽ വിജയസാധ്യത കൂട്ടുകയില്ലേ ഉള്ളൂ. അതൊക്കെ തന്നെ താങ്കൾ സജ്ജാണോ? ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ടല്ലോ.
ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വരികൾക്കിടയിൽ വായിച്ചെടുക്കാമല്ലോ. അല്ല, അങ്ങ് സന്നദ്ധനാണോ? മത്സരിക്കാൻ സന്നദ്ധനാണോ? ഞാൻ എല്ലാ കാലത്തും സന്നദ്ധരായിരുന്നല്ലോ. ഇത്തവണയാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ 2 തവണത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷൻ. അതെ, അങ്ങനെ നിങ്ങൾ ഡോണ്ട് പുട്ട് വേർഡ്സ് ഇൻ ടു മൈ മൗത്ത്. ഞാൻ എല്ലാ കാലത്തും അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകരാണ്. ദാറ്റ്സ് ഓൾ. ദാറ്റ് മച്ച് ഐ ക്യാൻ ടെൽ ദം. പക്ഷേ ഞാൻ എന്നോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ അഖിലേന്ത്യാ കോൺഗ്രസ് തീരുമാനമുണ്ടോ? ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇല്ല എന്നൊരു തീരുമാനമുണ്ടോ? ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞ KPCC അധ്യക്ഷനായിരുന്നു. അതുകൊണ്ട് 140 നിയമസഭാ മണ്ഡലങ്ങളും കൂടി താങ്കൾക്കുണ്ട്. ലോക്സഭയിലേക്ക് താങ്കൾ ഇല്ല എന്ന് പറയുകയും ചെയ്തു. ആ ഒരു സാഹചര്യം അല്ല ഇപ്പോഴുള്ളത്. സ്വാഭാവികമായിട്ടും താങ്കൾക്ക് അങ്ങനെ ഒരു നിർദ്ദേശം വന്നാൽ അംഗീകരിക്കാൻ തന്നെയുള്ളൂ. സത്യത്തിൽ ഈ ചോദ്യം ചോദിക്കാനായിരിക്കും നിങ്ങളെല്ലാം വന്നതല്ലേ? സോറി, യു വിൽ നോട്ട് ഗെറ്റ് ആൻ ആൻസർ ഫ്രം മീ നൗ. റൈറ്റ്. അല്ല, താങ്കളെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇല്ല എന്നൊരു തീരുമാനം എടുത്തു. ഞാനത് പറഞ്ഞല്ലോ, കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ വീണ്ടും ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അല്ല, അങ്ങനെ മത്സരിക്കില്ല എന്നൊരു തീരുമാനമൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് ഉത്തരം നിർബന്ധമാണ് എങ്കിൽ ഞാനത് പറയാൻ തയ്യാറില്ല. റൈറ്റ്, തയ്യാറല്ല. ഈ മറ്റൊരു വിഷയത്തിലേക്ക് ഒരു വീഴ്ച എന്തെങ്കിലും തൃശ്ശൂരിലെ മറ്റത്തൂർ പഞ്ചായത്ത് അതൊക്കെ തന്നെ ലോക്കൽ ഇഷ്യൂസാണ്. അത്ര വലിയ ഗൗരവമുള്ള ഇഷ്യൂ ആയിട്ടൊന്നും കാണേണ്ടതായിട്ടില്ല. അത് നിങ്ങൾ വല്ലാതെ നമ്മുടെ ചാനലുകളും ന്യൂസ് പേപ്പറൊക്കെ തന്നെ അത് ബ്ലോ അപ്പ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ എല്ലാ സംഭവങ്ങളെക്കുറിച്ചും എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അങ്ങനെ പെരുപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല.